ിലൂടെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്ന രീതിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആപ്പ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. ഇതിൽ ലോഗിൻ വിത്ത് ഫോൺ നമ്പർ, നിങ്ങൾ പാസ്വേഡ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഗിൻ വിത്ത് ഫോൺ നമ്പർ ടച്ച് ചെയ്താൽ ഫോൺ നമ്പറിൽ ഒരു OTP വരും, അതോടത്ത് കയറാൻ കഴിയും. നിങ്ങൾ ലോഗിൻ വിത്ത് MA നമ്പർ ആൻഡ് പാസ്വേഡ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡ് അറിയാമല്ലോ, ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അവിടെ MA നമ്പർ, ലോഗിൻ IDയും പാസ്വേഡും കൊടുത്തിട്ട് റിമെമ്പർ മീ ടച്ച് ചെയ്ത് ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ നിങ്ങൾക്കൊരു സ്ക്രീൻ വരും. ഇവിടെ താഴെ ഷോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ടച്ച് ചെയ്ത് അതിനോടൊപ്പം തന്നെ മേളിൽ കണ്ട ആർക്ക് വേണ്ടിയിട്ടാണ് ആദ്യത്തെ സ്ക്രീൻ, ആർക്ക് വേണ്ടിയിട്ടാണ് ഓർഡർ ചെയ്യേണ്ടതെന്നുള്ളത് അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രീൻ വരും. അതിനകത്ത് സെൽഫ് ഓർഡർ കൊറിയറിന് സെലക്ട് ചെയ്ത് കിടപ്പുണ്ടായിരിക്കും. നിങ്ങൾ അഡ്രസ്സ് വെരിഫൈ ചെയ്തതിന് ശേഷം അത് ശരി തന്നെയാണോ നോക്കിയ ശേഷം കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്ന രണ്ട് രീതി ചെയ്യാം. നിങ്ങൾക്ക് കാറ്റഗറി നോക്കിയിട്ട് ഓർഡർ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ മേളിൽ താഴെ സെർച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ സെർച്ചിനകത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന ഐറ്റംസ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാറ്റഗറി സെലക്ട് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ്. കണ്ടോ, ഞാനിപ്പോൾ പ്രോട്ടീൻ അടിച്ചു കഴിഞ്ഞപ്പോൾ പ്രോട്ടീൻ പൗഡറില്ല അവിടെ വന്ന്, അത് ചൂസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കുറച്ചുകൂടെ എളുപ്പം. അപ്പോൾ പ്രോട്ടീൻ വേണ്ടത് ഇപ്പം ഞാൻ ഓൾ പ്ലാൻ പ്രോട്ടീനാണ് എനിക്ക് വേണ്ടത്. ഞാനത് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് ആദ്യം കാർട്ടിലേക്ക് ആഡ് ചെയ്യുക, ആഡ് ടു കാർട്ട് കൊടുക്കുക. അതിനുശേഷമാണ് നമുക്ക് എത്ര നമ്പേഴ്സ് വേണം എന്ന് നമുക്ക് പ്ലസും മൈനസും ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. ഇപ്പം ഞാൻ പ്രോട്ടീൻ പൗഡർ 2 എണ്ണമാണ് ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പ്ലസ് എന്ന് ടച്ച് ചെയ്തപ്പോൾ കണ്ട 2 വന്ന്. അങ്ങനെ എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നതിനുള്ള ഒരു പ്രൊസീജിയർ. ഇനി ഞാൻ 1-2 പ്രോഡക്റ്റ് കൂടെ നിങ്ങളുടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്യാം. ടോപ്പിൽ നമ്മൾ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആരോ കണ്ടോ, ആ ആരോയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഈ സെർച്ച് ഓപ്ഷനിലേക്ക് പോകും. നിങ്ങൾ നോക്കിക്കോളൂ, ആരോ ടച്ച് ചെയ്യുമ്പോൾ സെർച്ച് ഓപ്ഷനിലേക്ക് പോകും. കണ്ടോ, വീണ്ടും ആ പ്രോട്ടീൻ എന്നുള്ളത് അവിടെ കിടക്കുകയാണ്. നിങ്ങൾ ആ പ്രോട്ടീൻ ഉള്ളിടത്ത് എന്ന് പറയുന്നിടത്ത് കഴ്സർ കൊണ്ടുവന്നിട്ട് അത് മാറ്റിയിട്ട് എനിക്ക് അടുത്തത് വേണ്ടുന്ന പ്രോഡക്റ്റ് ഞാൻ അവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ഏത് പ്രോഡക്റ്റ്, എന്നിട്ട് സെർച്ച് ഓപ്ഷൻ ഉണ്ട്. അതിന് പേസ്റ്റാണ് വേണ്ടുന്നത്. പേസ്റ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ഓപ്ഷൻ കൊടുക്കും. മോഡിഫയറിൽ എന്തൊക്കെ പേസ്റ്റ് ഉണ്ടോ അതെല്ലാം ലിസ്റ്റ് ചെയ്ത് വരും. കണ്ടോ, അങ്ങനെ ഓരോ പ്രോഡക്റ്റും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ബ്ലൂ പേസ്റ്റാണ് എനിക്ക് വേണ്ടതെന്ന് അത് സെലക്ട് ചെയ്ത് ഞാൻ ആഡിറ്റ് കാർട്ട് കൊടുത്തു. ആഡിറ്റ് കാർട്ട് കൊടുത്തതിന് ശേഷം എനിക്ക് എത്ര പീസ് വേണമെന്നുള്ളത് നമ്മളിവിടെ ചേഞ്ച് ചെയ്താൽ മതി. അത് കാർട്ടിലത് കറക്റ്റായിട്ട് ആഡ് ചെയ്യാം. എനിക്ക് 5 പേസ്റ്റാണ് വേണ്ടത്. ഞാനത് ആഡ് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, കഴിഞ്ഞു. ഇനി നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പോലെ ആ പേസ്റ്റ് മാറ്റിയിട്ട് ആ സ്ഥലത്ത് ബാക്ക് വന്ന് പേസ്റ്റ് മാറ്റിയിട്ട് ആ സ്ഥലത്ത് നമുക്ക് അടുത്ത വേണ്ടുന്ന പ്രോഡക്റ്റ് കൊടുക്കാം. എനിക്കൊരു സലോൺ ഹെയർ ഓയിൽ വേണം. കണ്ടോ, സലോണിൻ്റെ ഹെയർ കളർ വേണം. ഞാനത് ആഡ് ചെയ്ത് എത്ര പീസ് വേണമെന്ന് വെച്ചാൽ അതും കൂടെ ഞാൻ ചേർക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചേർത്ത് നമ്മൾ ഓരോന്ന് ആ പ്രോഡക്റ്റ് അവിടെ വന്നു കഴിഞ്ഞ്, മനസ്സിലായില്ലേ? എന്ത് എളുപ്പമാണ്. ആ വേണ്ടുന്ന സാധനം സെലക്ട് ചെയ്ത് എത്ര സാധനം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് അവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് കാണിക്കും. അപ്പം നിങ്ങൾ അടുത്ത പ്രോഡക്റ്റ് ബാക്കിലോട്ട് പോയാൽ മേളിൽ വന്നിട്ട് പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷനിലേക്ക് പോയിട്ട് ഉള്ള പ്രോഡക്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ട, ഇപ്പം ഞാൻ ആ സാധനം ഇല്ലാത്തതുകൊണ്ട് അടുത്ത ഫ്രാഗ്രൻസ് ഞാൻ ഒരെണ്ണം എടുത്ത് ലാവൻഡർ എടുത്ത് ഞാൻ ആഡ് ചെയ്ത് കാർട്ടിൽ ആഡ് ചെയ്ത് എനിക്ക് എത്ര പീസ് വേണമെന്ന് വെച്ചാൽ ആഡിറ്റ് കാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര പീസ് വേണമെന്ന് വെച്ചാൽ അത്ര ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ ഒരിക്കലും ഇത് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. എന്ത് സിമ്പിളാണെന്നറിയാവോ? അടുത്ത പ്രോഡക്റ്റ് ഞാൻ ആഡ് ചെയ്യണം. ബിയോണ്ട് ബ്ലൂ വേണം എനിക്ക്. ബിയോണ്ട് എന്ന് അടിച്ചപ്പോൾ തന്നെ അവിടെ ബിയോണ്ട് ബ്ലൂവിൻ്റെ ഇത് വന്നു. അപ്പോൾ ഈ GST ചേഞ്ചിന് ശേഷമുള്ള പ്രൈസ് കൂടെ അവിടെ ഉണ്ട്. അത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാൻ കഴിയും. ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത പ്രോഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ കഴിയും. സ്റ്റോക്ക് ഇല്ലെങ്കിൽ ഇവിടെ താഴെ കാണിക്കുക ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന്. അപ്പോൾ ഉള്ള പ്രോഡക്റ്റ് നേരത്തെ ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്തതിന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. കണ്ടോ, ഇപ്പോൾ ഉള്ള പ്രോഡക്റ്റ് എടുത്ത് ഞാൻ അത് ആഡ് ചെയ്ത് എത്ര പീസ് വേണമെന്നുള്ള ആഡ് ചെയ്ത് വളരെ വളരെ എളുപ്പമാണ് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. പുതിയ ആപ്പ് കൊള്ളാം. കാര്യം നമ്മൾ സ്ഥിരം ഓർഡർ ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത്. ഇത് ഒരു പരിചയമില്ലാത്ത ഒരാൾക്കും വളരെ ഈസി ആയിട്ട് ഓർഡർ ചെയ്യാൻ പറ്റുന്ന സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറ്റ്
പ്രോഡക്റ്റ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മേളിലത്തെ കാർട്ടെന്ന് പറഞ്ഞതിനകത്തൊന്ന് ടച്ച് ചെയ്യണം. അപ്പം നമ്മൾ എന്തെല്ലാം പ്രോഡക്റ്റാണ് ഓർഡർ ചെയ്തതെന്നുള്ളത് കംപ്ലീറ്റ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ അതിൻ്റെ ആ പ്രോഡക്റ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെ കൂപ്പൺ ആൻഡ് ഓഫേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ആ കൂപ്പൺ ആൻഡ് ഓഫേഴ്സിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മാസം ആ ഡേയിൽ അവൈലബിൾ ആയിട്ടുള്ള ഓഫറുകളെല്ലാം അവിടെ വരും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഓഫർ, ഇപ്പോൾ റീപർച്ചേസ് ഓഫർ ആണെന്നുണ്ടെങ്കിൽ അത് വരും. അല്ലാതുള്ള സമയത്താണെങ്കിൽ മറ്റുള്ള ഓഫറുകൾ, ഇപ്പോൾ റീപർച്ചേസ് ഓഫർ കഴിഞ്ഞ സമയമാണ്, അതുകൊണ്ടാണ് മറ്റു ഓഫർ എടുക്കുന്നത്. ഞാൻ എടുക്കാൻ പോകുന്നത് വർദ്ധമാൻ ബെഡ്ഷീറ്റിൻ്റെ ഓഫറാണ്. അപ്പോൾ ഓഫറുകളെല്ലാം നോക്കിയിട്ട് ഞാൻ വർദ്ധമാൻ ഇപ്പോൾ ടച്ച് ചെയ്യുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പം ലോയൽറ്റി റിഡീം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഈ സ്പേസിലാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഓഫേഴ്സിൻ്റെ ഇപ്പുറത്ത് കൂപ്പൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ആ കൂപ്പൺ ഓഫറിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോയൽറ്റി കൂപ്പൺസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ അതിൽ ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് റിഡീം ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ എൻ്റെ ലോയൽറ്റി ഈ മാസം കൂപ്പൺ ഉണ്ടായിരുന്നു, 19,000 രൂപയ്ക്ക് ശിഷ്ടം ഉണ്ടായിരുന്നു. ഞാനത് റിഡീം ചെയ്തെടുത്തതുകൊണ്ടാണ് ഇവിടെ കൂപ്പൺ കാണിക്കാത്തത്. അപ്പോൾ ഞാൻ ഓഫറിലേക്ക് വന്നു. ഞാൻ വർദ്ധമാൻ ഷീറ്റാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ഓഫറാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാനപ്പോൾ അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് കാര്യം 640 രൂപ നമ്മൾ അഡീഷണൽ പേയ്മെൻ്റ് ഉണ്ട്. അപ്പം നമ്മുടെ പേയ്മെൻറ്റിനകത്ത് ആ എമൗണ്ട് കൂടെ ആഡ് ചെയ്ത് വന്നു. അതുപോലെ വർദ്ധമാൻ ഓഫർ ആഡ് ചെയ്തെന്നുള്ളത് അതിൽ കാണിക്കുകയും ചെയ്യും. നിങ്ങൾക്കിപ്പോൾ കാണാം, ഇതിപ്പോൾ മേളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ആ വർദ്ധമാൻ ബെഡ്ഷീറ്റും കൂടെ ആഡ് ചെയ്ത് വന്നു കേട്ടോ. ഓഫർ ആഡ് ചെയ്ത് ഓഫറിൻ്റെ 649 രൂപ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3,996 രൂപ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻ എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു 3 ഓപ്ഷനാണ് വരുന്നത്. ഒന്ന് നെറ്റ് ബാങ്കിങ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും, UPI കാർഡ് വരും. അപ്പോൾ നെറ്റ് ബാങ്കിങ് നമ്മൾ സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് നമ്മളെ കാർഡ് നെറ്റ് ബാങ്കിങ് വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം, പിന്നെ കാർഡ് വഴി പേയ്മെൻറ്റ് ചെയ്യാം. കാർഡ് ഡീറ്റെയിൽസും മറ്റും കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. UPI ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിലും 2 കാർഡും ചെയ്യാം, UPIയും ചെയ്യാം. ഇപ്പോൾ UPI ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ UPI ID അവിടെ കൊടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ UPI ID ഞാൻ കൊടുക്കാൻ പോവുകയാണ്. കൊടുത്തു കഴിഞ്ഞാൽ ഇത് അവിടെ അത് വരും, മനസ്സിലായ. അപ്പോൾ പേ എന്ന് അടിക്കുമ്പം എൻ്റെ ഫോണിലേക്ക് അതിൻ്റെ പേയ്മെൻറ്റിനുള്ള റിക്വസ്റ്റ് വരും. ഞാനത് കൺഫേം ചെയ്ത് കഴിയുമ്പം പേയ്മെൻറ്റ് ചെയ്ത് ബില്ല് കംപ്ലീറ്റ് ആകും. അപ്പം നിങ്ങൾക്ക് വേറൊരാളുടെ UPIയിൽ വേണമെങ്കിലും കൊടുക്കാം. അയാളുടെ സമ്മതത്തോടുകൂടി അയാളുടെ UPI കാർഡ് UPI ID കൊടുക്കാന്നുണ്ടെങ്കിൽ അയാളിലേക്കായിരിക്കും പേയ്മെൻറ്റ് പോകുന്നത്, മനസ്സിലായില്ല. ആ രീതിയിൽ നമ്മളുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് ഏതിലും ചെയ്യാം. ഇനി എംവാലറ്റിൽ മുൻകൂർ പണം ഇട്ടിട്ട് നമുക്ക് എംവാലറ്റ് വഴി മോഡിക്കൻ്റെ എംവാലറ്റിൽ മുൻകൂർ പണം ഇടാം, അതുവഴി നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പം അങ്ങനെ നമ്മൾ കൺഫേം ചെയ്ത് കഴിയുമ്പോൾ ആ പേയ്മെൻറ്റ് കൺഫേം ചെയ്ത് കഴിയുമ്പോൾ ബില്ല് കംപ്ലീറ്റ് ആവും. സോ ഇത് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ചോയ്സാണിത്, ഓൺലൈൻ ബില്ലിംഗ് എന്ന് പറയുന്നത്. കാര്യം നമ്മൾക്ക് വലിയ എഫേർട്ട് ഇല്ലാതെ തന്നെ നമ്മൾ ടീമിന് പർച്ചേസ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കാനുള്ള ഒരു സംഗതിയാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ തിരക്ക് പിടിച്ച സമയത്ത് നമ്മൾ വണ്ടി എടുത്ത് MLC അതുപോലുള്ള DP അതുപോലുള്ള സ്ഥലങ്ങളിലൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 2ാമത്തെ ദിവസം വീട്ടിൽ സാധനം വരും. ഇപ്പോൾ സിറ്റിയിലൊക്കെ ആണെങ്കിൽ സെക്കൻഡ് ഡേ എത്തുന്നുണ്ട്. പരമാവധി കമ്പനി 5 ദിവസമാണ് പറയുന്നത്. 5 ദിവസം എടുക്കുന്നില്ല ഇപ്പം, മിക്ക 2-3 ദിവസത്തിനകം വീട്ടുപടിക്കുക സാധനം എത്തുക. അപ്പോൾ എല്ലാവരും ബിസിയാണ്. അപ്പോൾ ആ ബിസി ആയിട്ടുള്ള ആൾക്കാർക്ക് മോഡിക്കർ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു സഹായമാണ് ഈ ഓൺലൈൻ ബില്ലിംഗ് എന്ന് പറയുന്നത്. ടീമിൽ നിങ്ങൾ പരമാവധി ഇത് പ്രൊമോട്ട് ചെയ്യുക. വളരെ വലിയ സക്സസ് നിങ്ങൾക്കുണ്ടാകും. ആയിരക്കണക്കിന് ആൾക്കാർ നിങ്ങളുടെ ടീമിൽ വന്ന് ഓൺലൈൻ ബില്ലിംഗ് ചെയ്യും. അതിലൂടെയുള്ള വരുമാനം നിങ്ങൾക്ക് ഓരോ മാസവും ഈ ബിസിനസ്സിലൂടെ നേടിയെടുക്കാൻ കഴിയും. എല്ലാവർക്കും വിജയാശംസകൾ. ഓൾ ദി ബെസ്റ്റ്.